ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഇത് കണ്ടില്ല, ഈ വഴുതിരിങ്ങിൻ്റെ പേരെന്താണെന്ന് മനസ്സിലായി. കോഴിയെ കൂകാതെ ഞാനിവിടെ റെക്കോർഡ് ചെയ്യുകയാണ്. അപ്പുറത്ത് കോഴിയൊക്കെ കൂവുന്നുണ്ട് കേട്ടോ. ഏത് സമയമൊന്നും ഒന്നുമില്ല കോഴിക്ക് കൂകാനായിട്ട്. കൂവിക്കൊണ്ടേ ഇരിക്കുന്നുണ്ട്. പിന്നെ അപ്പുറത്ത് പട്ടി കുരയ്ക്കുന്നുണ്ട് കേട്ടോ. ഇതാ വരും, നമുക്ക് വീഡിയോയിലോട്ട് പോകാം. വലിയ ജീരകം, ചെറിയ ജീരകം, കുറച്ച് കുരുമുളക് വന്നിട്ട് കുറച്ച് ഓയിൽ ഒഴിച്ചതിന് ശേഷം ഇട്ട് നന്നായി അത് മുരിഞ്ഞ് വരുന്ന സമയത്ത് നമുക്ക് ഇതിലോട്ട് കുറച്ച് ചെറിയുള്ളി, ഇഞ്ചി, വെളുത്തുള്ളി അത് ഇട്ട് കൊടുത്തിട്ട് നന്നായി മൂപ്പിച്ചെടുക്കണം കേട്ടോ. ഇന്ന് വന്നിട്ട് വഴുതിരിങ്ങ തുണ്ട് തുണ്ടായി ഇട്ടിട്ടുണ്ട്. ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനത്തെ വഴുതിരിങ്ങ വാങ്ങിച്ചിരിക്കുന്നത്. പിന്നെ ഇതിൻ്റെ ഒപ്പം തന്നെ കുറച്ച് തേങ്ങ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അത് ഇട്ട് കൊടുത്തിട്ട് നന്നായി ഇതിനെ വഴറ്റിയെടുക്കുക കേട്ടോ. ഇതൊരു വിധം കളർ മാറുമ്പോൾ ഇതിലോട്ട് ഒരു 3-4 തക്കാളി ഇട്ട് കൊടുത്തിട്ടുണ്ട്. അത് ഇട്ട് കൊടുത്തിട്ട് നന്നായി വഴറ്റിയെടുത്തിട്ടുണ്ട് കേട്ടോ. ഇതൊരു വിധം വഴണ്ട് വന്നതിന് ശേഷം നമുക്കിതിലോട്ട് മല്ലി, പിന്നെ മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട്. ഇത് ഇട്ട് കൊടുത്തിട്ട് അതിൻ്റെ പച്ചമണമൊക്കെ ഒന്ന് മാറി വരുന്ന വരയ്ക്ക് നന്നായി വഴറ്റിയെടുക്കുക. വഴറ്റിയെടുത്തതിന് ശേഷം ഇത് നന്നായിട്ട് എണ്ണ തെളിഞ്ഞ് വന്നുകൊണ്ടിരിക്കും കേട്ടോ. നമുക്കിതിനെ മാറ്റി വെച്ചിട്ട് ഇത് നന്നായി ആറിയതിന് ശേഷം മിക്സിയിലിട്ട് ഇത് അരയ്ക്കാനുള്ളതാണ്. ഇതാ ഞാനൊരു ചട്ടി അടുപ്പത്ത് വെച്ച് കുറച്ച് എണ്ണ ഒഴിച്ച് കൊടുത്ത് കടുക് ഇട്ട് കൊടുത്ത് ഉലുവ ഇട്ട് കൊടുത്തിട്ടുണ്ട്. കുറച്ച് കരിവേപ്പിൻ്റെ ഇല ഇട്ട് കൊടുത്ത് ഒരു 2 വല്യുള്ളി കേട്ടോ. 2 വല്യുള്ളി പൊടിയായി അരിഞ്ഞത് അതും ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്കിത് നന്നായി വഴറ്റിയെടുക്കുക. ഇതൊരു വിധം വഴണ്ട് വന്നതിന് ശേഷം വഴുതിരിങ്ങയൊക്കെ എടുത്തിട്ടുണ്ട്. ചെറുതായിട്ട് അരിഞ്ഞെടുത്താണ്. ഞാനിത് ആദ്യമായിട്ട് വാങ്ങിയ കാരണമാണ് ഇങ്ങനെ ഞാൻ വെട്ടിയെടുത്തത്. ഇനി ഉള്ളിൽ എങ്ങനെയാണെന്നുള്ളത് നമുക്കറിയില്ലല്ലോ പറഞ്ഞിട്ട്. പിന്നെ എന്നിട്ട് നന്നായി വഴറ്റി ഇത് നല്ലോണം വഴണ്ട് വരണം കേട്ടോ. ആ എണ്ണയിൽ കിടന്നിട്ട് ഇതാ നന്നായി വഴണ്ട് വന്നിട്ടുണ്ട്. ഈ സമയത്ത് നമുക്ക് ആ മസാല ഉണ്ടല്ലോ അരച്ചത്, അതും നമുക്ക് ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. ഒഴിച്ചു കൊടുത്തതിന് ശേഷം പിന്നെ ഇതിലോട്ട് ഇനി ആവശ്യമുള്ളത് കുറച്ച് പുളിയാണ്, വാളംപുളിയാണ് ഞാൻ ഇവിടെ ഒഴിച്ചു കൊടുത്തിരിക്കുന്നത്. ആ പുളിവെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഒഴിച്ചു കൊടുത്തതിന് ശേഷം നമുക്കിത് ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഇത് അടച്ച് വെച്ച് തിളപ്പിക്കുക കേട്ടോ. പട്ടി അടക്കം കുരയ്ക്കുന്നുണ്ട് കണ്ടില്ലേ. ഞാൻ പറയുന്നത് ആരും കേൾക്കണില്ല. ശരി, ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ തന്നെ ഉള്ളൂ. കറിയൊക്കെ ആയിട്ടുണ്ട്. ഓരോരുത്തർ കേട്ട കാരണമാണ് കമൻ്റ് അയച്ചു ഇത് എങ്ങനെയാണെന്നുള്ളത്. അത് കാരണം ഞാൻ വീണ്ടും വെച്ചതാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. ഓക്കെ.